നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് മുഴുവൻ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ശത്രുക്കളെ ഈ വ്യക്തി വേരോടെ പിഴുതെറിയുന്നു. ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാനുള്ള ആർജവം ഉടലെടുത്തിരിക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായി പോകുന്നത്. വളരെ പോസിറ്റീവായി ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത്, ഈ വ്യക്തി പലപ്പോഴും നിങ്ങളിൽ നിന്നും അകന്നു മാറിപ്പോയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ വ്യക്തത ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ്. വ്യക്തത ലഭിക്കാത്ത പ്രണയബന്ധം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം, അതുമായി മുന്നോട്ട് പോകുന്നതിൽ വലിയ അർത്ഥമില്ല എന്നുള്ള ചിന്താഗതിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമാണ്, തിരിച്ചറിവാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഉടലെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിനെല്ലാം തന്നെ ഒരു വ്യക്തത ഉണ്ടാവുന്നതുവരെ നീയും ഞാനും തമ്മിൽ സംസാരിക്കുവാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് രണ്ടു പേർക്കും പഴയതുപോലെ പ്രണയിതാക്കളോ ഭാര്യാഭർത്തൃബന്ധമോ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള വാചകം പറഞ്ഞുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ളത്. അതല്ല, ഈ വ്യക്തി ഒരു കാരണവുമില്ലാതെ നിങ്ങൾക്ക് മുന്നിൽ നിശബ്ദമായി ഇരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് പല കാര്യങ്ങളിൽ സംശയം ഉണ്ട്, അല്ലെങ്കിൽ സംശയം ഇപ്പോഴും ഈ വ്യക്തിയുടെ മനസ്സിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ ഒട്ടും തന്നെ ശത്രുക്കളില്ലാത്ത ബന്ധമാണെന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. ശത്രുക്കളുണ്ട്. ശത്രുക്കളെ നിഗ്രഹിക്കുവാനുള്ള ആർജവവും ബുദ്ധിയും അല്ലെങ്കിൽ അതിനുള്ള തൻ്റെ ഇടവും ഈ വ്യക്തിക്കുണ്ടായിരുന്നില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും വളരെ സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്. ഈ വ്യക്തിയുടെ സ്വന്തം ജീവിതത്തിലും കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ ജന്മത്തിലും അങ്ങനെ തന്നെ ആയിരിക്കാം. പാരമ്പര്യപരമായിട്ടും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുള്ള ഉടമയായിരിക്കാം, അല്ലെങ്കിൽ അതായിരിക്കാം ഈ വ്യക്തിയുടെ ജീവിതാനുഭവം അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് തന്നെ വിഷമിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി തന്നെയാണ്. ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ ഒരമ്മയുടെ സ്നേഹം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർത്തും നിങ്ങളുടെ കൈകളിൽ നിന്നും മാത്രമാണ്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മാത്രമാണ് ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു സ്നേഹം ലഭിച്ചിട്ടുള്ളത്. ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ നന്നായി പറയുവാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ വർണ്ണിക്കുവാൻ കഴിയുന്നത്, നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുള്ള സമയവും നിങ്ങൾ എങ്ങനെയാണോ ഈ വ്യക്തിയെ നോക്കിയിട്ടുള്ളത്, ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളെ മറക്കാതെയും ഉപേക്ഷിക്കാതെയും ഇരിക്കുന്നത്. നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് മറ്റാർക്കും തുല്യത വഹിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. പക്ഷെ അവിടെയും ശത്രുക്കൾ പലതരത്തിലുള്ള വല വിരിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് നിങ്ങൾക്കെതിരായിരുന്നു എന്ന് മാത്രം. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്, വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജത്തിലേക്ക് മുന്നോട്ട് പോകാൻ ഈ വ്യക്തി ശ്രമിക്കുമ്പോൾ ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്ന മാലാഖമാരുടെ ഊർജമാണ് ഇന്നത്തെ വായനയിലൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന എനർജി. ഇന്നത്തെ വായനയിൽ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ കഴിയുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ആർജവത്തിലേക്കാണ്, ഒരു തിരിച്ചുവരവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വ്യക്തിക്ക് എല്ലാമായിട്ടുള്ള നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള തന്ത്രപ്പാടിലാണ് ഈ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ തന്നെയാണ്. ഇവിടെ ചില കാര്യങ്ങളിൽ തെറ്റിദ്ധാരണകളും വ്യക്തതയില്ലായ്മയും സൃഷ്ടിച്ചിട്ടുണ്ട്. അത് മനഃപൂർവ്വം ഒരു വ്യക്തി ഒരു മറവിന്റെ പിന്നിൽ നിന്നും പ്രവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് തീർത്തും നിങ്ങളുടെ വ്യക്തിയെ വല വീശി പിടിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയെ അതിനൊരു കരുവാക്കിയെടുത്തു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പരിശുദ്ധമായ പ്രണയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ അവിടെ യാതൊരു തരത്തിലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു പ്രാധാന്യം ലഭിക്കാതെ, അതായത് നിങ്ങളുടെ രണ്ടുപേരുടെ പ്രണയ ബന്ധത്തിന് പ്രാധാന്യം നൽകാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഇപ്പൊ നിങ്ങൾ ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് സ്വസ്ഥമായി കഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യം, നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ അത് മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം, നേരിട്ട് കാണാമെന്നൊക്കെ വിചാരിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പദ്ധതി തയ്യാറാക്കുന്ന സമയങ്ങളിൽ അതൊന്നും നടക്കാതെ വളരെയധികം ഒരു പരാജയത്തിലേക്ക് പോകുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റത്തിന് വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്ന ഒരു ആർജവം എന്ന് പറയുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് എത്രമാത്രം ശക്തനായി അല്ലെങ്കിൽ ശക്തയായി വരാൻ സാധിക്കുന്നുവോ അത്രമാത്രം ശക്തതയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് ഇനി ഭാവിയിൽ വരുവാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്കിടയിൽ നിങ്ങൾ അറിയാതെ പോയിട്ടുള്ള അല്ലെങ്കിൽ നേരിട്ട് കാണാനോ അനുഭവിച്ചറിയാനോ സാധിക്കാതെ പോയിട്ടുള്ള പലതരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ സംഭവിച്ചിട്ടുണ്ട്. ഇത് തീർത്തും യാദൃശികമാണ്. അതിൽ പലതും മുജ്ജന്മത്തിൽ നിന്നും വന്നിട്ടുള്ള, അതായത് മുജ്ജന്മ കർമ്മത്തിനെ അടിസ്ഥാനപരമാക്കി അത് ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഊർജത്തിൽ നിന്നും ഈ ജന്മത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള പല പാസ്റ്റ് ലൈഫ് ഇൻഫ്ലുവൻസസിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മനോവിഷമങ്ങളും അതുപോലെ ചിന്താഗതികളും തടസ്സങ്ങളും ഒക്കെയും ഈ പ്രണയബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പല രീതിയിലുള്ള ബ്ലാക്ക് മാജിക് എനർജികളും നമുക്ക് കാണാൻ കഴിയുന്നു. ഇതിൽ പല എനർജികളും പല ഊർജങ്ങളും നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മുന്നിൽ വെളിപ്പെടാതെ മറഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ അനാവശ്യമായിട്ടുള്ള വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ എന്തിനാണ് അതൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരമില്ല. അത് തീർത്തും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വികാരങ്ങളാണ്, ഫീലിങ്സ് ആണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും മാറി മാറി ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് കരയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കാരണം അത് മാത്രമേ നിങ്ങളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജത്തെയാണ് കാണിക്കുന്നത്. ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത് ഈ ഒരു പ്രണയബന്ധത്തിൽ ഒരു നീതി മേടിച്ചു തരണം എന്നുള്ളത് തന്നെയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആയിട്ടുള്ള ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയാണ് ഈ വ്യക്തി കണക്കാക്കുന്നത്. അത് നിങ്ങളുടെ കയ്യിലെ പണമോ സൗന്ദര്യമോ അല്ലെങ്കിൽ ഒന്നും കണ്ടിട്ടല്ല, പാരമ്പര്യമോ അങ്ങനെ ഒന്നും, വിദ്യാഭ്യാസം അങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടിട്ടല്ല. നിങ്ങൾ ഇത്രയും കാലം ഈ വ്യക്തിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ആ ഒരു ഡെഡിക്കേഷൻ ആണ്, സമർപ്പണ ബോധമാണ്. ഇവിടെ പലവർക്കും നിങ്ങളെ അമ്മയുടെ സ്നേഹം ലഭിച്ചതായിട്ട് ഈ വ്യക്തി കണക്കാക്കുന്നു. അതല്ല ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്നത് പുരുഷന്മാരാണെങ്കിൽ തീർത്തും നിങ്ങൾ ഒരു അച്ഛൻ്റെയോ അല്ലെങ്കിൽ സഹോദരന്റെയോ ഒരു സംരക്ഷണമാണ് ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ഈ വ്യക്തിക്ക് മറന്നു കളഞ്ഞുകൊണ്ട് വേറൊരു ജീവിതത്തിലേക്ക് പോകാൻ കഴിയില്ല. ഇപ്പൊ ബ്ലാക്ക് മാജിക് എഫക്റ്റ് അല്ലെങ്കിൽ കൂടോത്ര ആഭിചാര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ദൃഷ്ടിദോഷം ശത്രുദോഷം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവിടെ മാറി നിന്നുകൊണ്ട് നിങ്ങൾ വിഷമിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പരസ്പരം കലഹിച്ചിട്ടുണ്ടാകാം, വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ആ ഒരു നേരത്തേക്കുള്ള ഒരു റിയാക്ഷൻ മാത്രമാണ്. അതിനുശേഷം ആ ഒരു പ്രതികരണത്തിന് ശേഷം നിങ്ങൾ വീണ്ടും ഒന്നിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വഴക്കിട്ടിരിക്കുകയായിരിക്കാം പരസ്പരം. നിങ്ങൾ ഒരു സ്ഥലത്തും ഈ വ്യക്തി വളരെ ദൂരെയുമായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും പരസ്പരം നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ പ്രണയിക്കുന്നുണ്ട്. നേരിട്ട് കാണാനും സംസാരിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. വളരെയധികം സമൃദ്ധിയാണ് ഈ ഒരു പ്രണയബന്ധത്തിലേക്ക് അധികം വൈകാതെ വരുവാൻ പോകുന്നത്. ഇവിടെ ശത്രുക്കൾ ഇവിടെ വളയം വെച്ചിട്ടുണ്ട് പല കാര്യങ്ങൾ കൊണ്ടും. അതിൽ നിന്നും അതിനെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ വ്യക്തിയെ കൊണ്ട് സാധ്യമാകും എന്നുള്ളൊരു ചിന്താഗതിയിലേക്കും വിശ്വാസത്തിലേക്കും ഈ വ്യക്തി വരുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രമേൽ പരിപൂർണതയിലേക്ക് ഈ ബന്ധം എത്തിക്കുവാൻ സാധിക്കുന്നുവോ അത്രയും വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. ഇന്ന് ഈ വ്യക്തിക്ക് ഇത്തരം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഉറപ്പായിട്ടും മാലാഖമാരുടെ ഊർജം തന്നെയാണ്. അവരുടെ 4 ദിശയിലേക്കുള്ള പ്രവർത്തനവും അതുപോലെ ഈ വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുന്നതും സംരക്ഷിക്കുന്നതുമായിട്ടുള്ള ഊർജമാണ് വന്നു ചേർന്നിട്ടുള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റത്തെ കാണിക്കുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് നിങ്ങൾ ഓരോ സ്ഥലത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം, ഓരോ ദിക്കുകളിലേക്ക് പരിപൂർണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തുന്നുണ്ടാകാം. അത് ഏതെങ്കിലും അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെ ആയിരിക്കാം.
അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ തന്നെ ആയിരിക്കാം. കിഴക്കോട്ട് ദർശനമാക്കിയോ വടക്കോട്ട് ദർശനമാക്കിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാകാം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന്റെ പരിപൂർണമായിട്ടുള്ള റിസൾട്ട് നിങ്ങളുടെ വരും ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം തന്നെ നീതീകരിക്കപ്പെടട്ടെ, നിങ്ങൾക്ക് നീതി ലഭിക്കട്ടെ, നിങ്ങളുടെ സ്നേഹം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന ഇന്നത്തെ നിർത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശത്രുക്കളെ ഈ വ്യക്തി വേരോടെ പിഴുതെറിഞ്ഞിരിക്കും. അത് തീർത്തും ഈ വ്യക്തിയുടെ മാത്രമല്ല നിങ്ങളുടെയും ആവശ്യം തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അപ്പോൾ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരയ്ക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.